നമസ്കാരം. സഖാക്കളോടാണ് ചോദ്യം. ഇനിയും ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടോ? ശൈലജ ആരംഭിക്കുന്നു. ശൈലജ ഏതാണ്ട് 1000 ദിവസത്തോടൊക്കെ അടുക്കുകയാണ്. ഏറ്റവും വലിയ നേട്ടം, ശൈലജയുടെ ഒരു നേട്ടം, ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വ്യൂവർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ വികസനത്തെ സംബന്ധിച്ച്, നാടിന്റെ വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, ആരുടെ ശ്രദ്ധയിൽപ്പെട്ടാലും ഉടനെ തന്നെ ശൈലജയ്ക്ക് ഫോർവേഡ് ചെയ്ത് തരും. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഫോർവേഡ് ചെയ്ത് ഷെയർ ചെയ്ത് കിട്ടിയത് നമ്മുടെ ഭാവി, നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ ആധികാരികമായ ഒരു സംഭവമാണ്. ഇന്ത്യസ് ഫസ്റ്റ് ഗ്രീൻ മെത്തനോൾ പ്ലാന്റ് ടു ടേൺ കച്ച് മോസ്റ്റ് ഇൻവേസീവ്. കച്ച് എന്ന് പറഞ്ഞ സ്ഥലം അറിയാലോ, ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന പ്രദേശത്ത് വളരെയധികം വ്യാപകമായ ഒരു പ്രയോജനമില്ലാതെ, ഇൻവേസീവ് എന്ന് പറയുന്നത് പ്രയോജനമില്ലാതെ ഇങ്ങനെ കാട് പിടിച്ച് വളരുന്ന ഒരു സസ്യം മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ അവർ തീരുമാനിച്ചു എന്നുള്ള വാർത്ത എനിക്ക് ഓരോരുത്തർ അയച്ചു തരുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുകയാണ്. കാരണം അക്കാദമികമായി നമ്മുടെ ജനങ്ങൾ വളരുന്നു എന്നുള്ളതാണ് അതിന്റെ ലക്ഷണം. മന്ത്രിമാരും MLA മാരും കണക്കാണ്, ഇതൊന്നും മനസ്സിലാകത്തുമില്ല, ശ്രദ്ധിക്കത്തുമില്ല, അവരുടെ താല്പര്യങ്ങൾ വേറെയാണല്ലോ. നമുക്ക് വിഷയത്തിലോട്ട് വരാം. പ്രിസോപ്പിസ് ജുലിഫ്ലോറ എന്നാണ് ഇതിന് നമ്മുടെ കന്യാകുമാരി ഭാഗത്തൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഉടച്ചെടി എന്നാണ് അവർ പറയുന്നത്. മുള്ളുള്ള ചിത്രം കാണുമ്പോൾ അറിയാം. Prosopis juliflora, which has for decades threatened biodiversity in Kutch bunny grasslands, will be turned into methanol. നമ്മുടെ കണ്ട്ല പോർട്ടില് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു പാഴ് സസ്യം, പാഴ് ചെടി അവര് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. This weed is to become the feedstock for India's first green methanol production plant designed to fuel ocean going ships. നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് കൃത്യം 2 വർഷമായി എന്നുള്ളതിന് തെളിവുണ്ട് നമ്മുടെ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. സഖാക്കളോടാണ് ചോദ്യം. ഈ ഗവൺമെന്റിനെ ഇനി അധികാരത്തിൽ കൊണ്ടുവന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? ഈ 4-ാം തീയതി നാളെ പ്രഖ്യാപിക്കാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതിന്റെ വിധി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അടുത്ത 5 വർഷം, ഈ 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഇവരെ അധികാരത്തിൽ കൊണ്ടുവന്നിട്ട് വല്ല കാര്യവുമുണ്ടോ എന്നുള്ളതാണ്. കാരണം ജനങ്ങൾക്ക് ഇത്ര അടിസ്ഥാനപരമായ ഒരു വിഷയം, ഇത് അദാനിക്ക് കപ്പലുണ്ടാക്കുന്നതും ബോട്ടുണ്ടാക്കുന്നതുമല്ല. ഇത് ഏറ്റവും താഴെ തട്ടിലുള്ള സഖാക്കൾ, ഏറ്റവും കഷ്ടപ്പെടുന്ന സഖാക്കൾക്ക് ദിവസം ഒരു 500 രൂപ 1000 രൂപ കിട്ടാൻ വകുപ്പുള്ള ഒരു കാര്യം. അതെവിടുന്നാണ്? അങ്ങ് അറ്റം കാസർഗോഡ്, അങ്ങ് അതിർത്തി പഞ്ചായത്ത്, ഇടുക്കിയുടെ അതിർത്തി പഞ്ചായത്ത്, വയനാടിന്റെ അതിർത്തി പഞ്ചായത്ത്, തലസ്ഥാനത്തിന്റെ അതിർത്തി പഞ്ചായത്ത്, സകലയിടത്തും സാധാരണക്കാർക്ക് വരുമാനമുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി രേഖാമൂലം എഴുതി കൊടുത്തിട്ട്, ഞാൻ അതിലോട്ട് വരാം, ഇപ്പൊ തന്നെ അതിലോട്ട് വരാം. 26-24 2 വർഷം മുമ്പ്, 26-24 2 വർഷം മുമ്പ് ഞാനൊരു നിവേദനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് അയക്കുന്നു. മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അതിനു മുമ്പ് ഞാൻ ശ്രീ KN ബാലഗോപാലിന്റെ മീറ്റിംഗിൽ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞതാണ്. ഇത് രേഖാമൂലം എഴുതി കൊടുക്കുന്നു മെത്തനോൾ വിഷയത്തിന്. അപ്പോ 26-24 സംഭവിച്ചെന്താണ്? ഞാൻ എഴുതി കൊടുത്ത ഈ കത്ത്, അത് താഴെത്തട്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ വ്യവസായ വകുപ്പ്, ഇൻഡസ്ട്രിയൽ സെന്റർ, ഏറ്റവും താഴെത്തട്ടിലുള്ള താലൂക്ക് സെന്ററിൽ എത്തണമെങ്കിൽ അറിയാമല്ലോ മുഖ്യമന്ത്രിയുടെ വേഗതയിൽ എത്ര ദിവസം എടുക്കുമെന്ന്. അപ്പൊ 26-ന് എനിക്ക് അവിടെ നിന്ന് ഒരു വിളി വരുമ്പോൾ മിക്കവാറും മെയ് മാസത്തിലായിരിക്കാം ഞാൻ കത്തയച്ചത്. അപ്പോ 2 വർഷം, കൃത്യം 2 വർഷമാകുമ്പോൾ ആനിവേഴ്സറി നമുക്ക് ആഘോഷിക്കാം. അപ്പൊ എന്നെ വിളിച്ചത് എന്തിനാണെന്ന് ഞാൻ ഈ ഒരാളോട്, എനിക്ക് പരിചയമില്ലാത്ത ആരോട് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മെത്തനോൾ വിഷയത്തിന് വിളിച്ചതായി അറിഞ്ഞു. എങ്ങനെയോ ഈ നമ്പറിൽ വിളിച്ചിരിക്കുന്നത് മെത്തനോൾ വിഷയം സംസാരിക്കാനാണെന്ന് അറിഞ്ഞു. റിപ്പോർട്ട് അയച്ചോ ഞാൻ ചോദിച്ചു. അപ്പൊ എന്നിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു, വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. 26-24 സംസാരിക്കുന്നു. 1/7-24. അപ്പൊ എത്രയാണ്? 10 ദിവസം.
10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുന്നു, നമ്മൾ സംസാരിച്ച വിഷയത്തിന് അദ്ദേഹം എന്നോട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടതാണ്, താഴോട്ട് വന്നതാണ്, എന്നോടാണ് റിപ്പോർട്ട് എടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. 10 ദിവസം കഴിഞ്ഞപ്പോൾ, സംസാരിച്ചതിന്റെ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിനെ സംബന്ധിച്ച റിപ്പോർട്ട് അയച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ അതെ, യെസ് അയച്ചു. കൻ ഐ ഗെറ്റ് എ കോപ്പി ഫോർ എ ഫോളോ അപ്പ്? അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നമ്മുടെ വക ഒരു ഫോളോ അപ്പ് വീണ്ടും കൊടുക്കാമല്ലോ, ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു. അപ്പൊ ദാറ്റ് ഐ കാണ്ട് ആക്സസ്, ആ റിപ്പോർട്ട് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റില്ല. ഐ ഗീവ് ഓൺലി നോട്ട്. ഫൈനൽ റിപ്പോർട്ട് സെൻഡ് ഫ്രം DIC ജൽ മാനേജർ. ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ ജൽ മാനേജറാണ് ഫൈനൽ റിപ്പോർട്ട് അയക്കുന്നത്. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിക്കുന്ന, റിപ്പോർട്ട് ഗോസ് ടു ഹോം? ആർക്കാണ് ഈ റിപ്പോർട്ട് പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു. CMO, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, അടിയറ സി. അപ്പൊ കൃത്യമായും രേഖ നമ്മുടെ കയ്യിലുണ്ട്. 1/7/24 അദ്ദേഹം പറയുന്നു, 2 വർഷം മുമ്പ് പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് രേഖാമൂലം ഞാൻ ഒരു കത്ത് കൊടുത്താൽ എനിക്കൊരു മറുപടി തരണം. അങ്ങനെ ഒരു മറുപടി 2 വർഷമായിട്ടും തന്നിട്ടില്ല. ഈ സർക്കാരിനെ 5 അല്ല 10 കൊല്ലം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുക്കണമോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുക. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യസ് പോളിസി ടു കൺവേർട്ട് പോർട്സ് along the western coast, നമ്മുടെ പടിഞ്ഞാറൻ തീരം, into green ports, പടിഞ്ഞാറൻ തീരത്തുള്ള പോർട്ടുകളൊക്കെ ഗ്രീൻ പോർട്ടാക്കി മാറ്റണം, will create demand for a fuel that the global shipping industry is being obliged to adopt. അവർ നിർബന്ധിതരാണ്, ഇത് എടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഒരു ഫ്യൂവൽ ഉണ്ടാക്കിയാൽ അവരെടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ള ഇത് ഉൽപ്പാദിപ്പിക്കാൻ പടിഞ്ഞാറൻ തീരത്തുള്ള പോർട്ടുകൾ മുന്നോട്ട് വരണമെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പോളിസി ഉണ്ട്. The plant will be certified to run on other agricultural residues such as bagasse and cotton stock. ഇതെല്ലാം നോർത്ത് ഇന്ത്യയെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു പ്ലാന്റിന്റെ, നേരത്തെ പറഞ്ഞല്ലോ കച്ചില് ഒരു പ്ലാന്റ് വരുന്നതിനെ കുറിച്ചാണ്. ആ പ്ലാന്റ് ഈ പറയുന്ന അവിടുത്തെ ഈ ഇൻവേസീവ് പ്രൊസോപ്പിസ് ജുലിഫ്ലോറ മാത്രമല്ല, ബഗാസെ ആൻഡ് കോട്ടൺ സ്റ്റോക്ക്, ഇങ്ങനെയുള്ള പാഴ് സസ്യങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടും. അപ്പോൾ എനിക്ക് നമ്മുടെ ജിം എന്ന് പറയുന്ന കോതമംഗലം സ്വദേശി നമ്മുടെ ഒരു പ്രേക്ഷകനാണ്, അദ്ദേഹം എനിക്ക് ഉടനെ അയച്ചു തന്നു. 3 സംസ്ഥാനങ്ങളിലായിട്ട്, തമിഴ്നാട്, കർണാടക, കേരളം, വലിയ തലവേദനയായിട്ട് സെന്ന സ്പെക്ടാബിലിസ് എന്ന് പറയുന്ന ഒരു രാക്ഷസക്കൊന്ന എന്നാണ് എന്റെ മലയാളം, രാക്ഷസക്കൊന്ന, ഒരു വലിയ തലവേദനയായിട്ട് അവിടെ എല്ലാം പടർന്നു കയറുകയാണ്. നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോ കോടിക്കണക്കിന് രൂപയാണ് അത് നിഷ്കാസനം ചെയ്യാനും നിർമ്മാർജ്ജനം ചെയ്യാനുമായിട്ട് വനം വകുപ്പ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചെന്തെങ്കിലും പ്രയോജനമുണ്ടോ? അത് കഴിഞ്ഞിട്ട് കുളവാഴ, നമ്മുടെ കുളവാഴയെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ കൂടിയുണ്ട്. കേരള ലൈക്ലി ഹാസ് ലാക്സ് ഓഫ് ടൺസ് ഓഫ് വാട്ടർ ഹൈസിൻ അറ്റ് പീക്ക് സീസൺ അക്രോസ് കുട്ടനാട്, വേമ്പനാട്, ബട്ട് നോ ഒഫീഷ്യൽ സെൻസസ്. ക്വാണ്ടിറ്റിയെ കുറിച്ച് വലിയ ധാരണ ഇല്ലെങ്കിലും വ്യാപകമായി വളരുന്ന ഒരു സാധനമാണ് നമ്മുടെ കുളവാഴ. സാറ്റലൈറ്റ് ഇമേജറി, അവിടെ ഇരുന്നിട്ട് സാറ്റലൈറ്റുകൾക്ക് ചിത്രം എടുക്കാൻ പറ്റുന്ന വിധത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. സാറ്റലൈറ്റ് ഇമേജറി കൺഫേംസ് ഹെവി ഇൻഫെസ്റ്റേഷൻ ഡിറ്റക്റ്റബിൾ ഫ്രം സ്പേസ്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അത്രയും വളർന്ന പന്തലിച്ചിരിക്കുന്നത് എടുക്കാൻ പറ്റും. അഫക്ട്സ് 6 lakh tons cargo movement on waterways annually. ഇത്രയും കാർഗോ കടന്നു പോകുന്നതിന് തടസ്സമാണ്. 6 ലക്ഷം ടൺ കാർഗോ കടന്നു പോകുന്നത് FACT നിന്നും മറ്റും വരുന്നത് കൊണ്ടുപോകാൻ, കക്ക കൊണ്ടുപോകാൻ, നീറ്റ് കക്ക, എല്ലാത്തിനും തടസ്സമാണ്. ഫാമേഴ്സ് സ്പെൻഡ് 4,880 പെർ ഫീൽഡ്. നെല്ലുൽപാദിപ്പിക്കുന്നതിന് വേണ്ടി നിലമൊരുക്കാൻ 4,880 രൂപയാണ് പാവപ്പെട്ട കർഷകർ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പോൾ മറുവശത്ത് കുളവാഴ ഇത്രയും ദ്രോഹം നമുക്കുണ്ടാക്കുമ്പോൾ ഈ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ കുളവാഴയുണ്ട്. നേരത്തെ പറഞ്ഞ സെന സ്പെക്ടാബിലിസ് തുടങ്ങിയ രാക്ഷസ കൊന്നയുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് എന്തുകൊണ്ട് 2 വർഷം മുമ്പ് ഇത് ആരംഭിക്കാൻ കഴിയേണ്ടതായിരുന്നില്ലേ? എന്തായാലും ഗവൺമെന്റ്, MLA, MP-മാരുടെ പണി എന്താണെന്ന് ഏകദേശം പിടിയിട്ടിട്ടുണ്ട്. അവസാനം ഞാൻ ഒരു കഥയും കൂടെ പറയാം.
നമ്മുടെ 4 ചെറുപ്പക്കാർ മോഹൻജിയുടെ നേതൃത്വത്തിൽ മെത്തനോൾ യന്ത്രം നേരിട്ട് കാണാൻ, മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രം നേരിട്ട് കാണാൻ അവിടെ പോയി. വിൻസെന്റ്, ജിത്തു, കൃപേഷ്, മോഹൻജി. അപ്പോൾ ജനങ്ങൾ മുന്നിട്ടിറങ്ങി ഇത് ചെയ്യുമ്പോഴും കൃത്യം രേഖയുണ്ട്, ഗവൺമെന്റിന്റെ മുമ്പിൽ പ്രപ്പോസൽ ഉണ്ടെന്ന് രേഖയുള്ളപ്പോഴും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യം ചെയ്യില്ല എന്ന് വാശി പിടിച്ച ഈ ഗവൺമെന്റിനെ എങ്ങോട്ട്, ഏത് പാതാളത്തിലാണ് തള്ളിവിടേണ്ടതെന്ന് ജനങ്ങൾ ഇനി തീരുമാനിക്കുക. ഇതിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു കാര്യം കൂടെ പറയാം. In August 2023, it amended its shipbuilding financial assistance policy to offer a flat 30% subsidy for vessels propelled by green fuels including methanol. പുതിയ കപ്പൽശാലയിൽ ഈ പറയുന്ന മെത്തനോൾ പോലുള്ള ഇന്ധനം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എഞ്ചിൻ കപ്പലുകൾ നിർമ്മിച്ചാൽ 30% സബ്സിഡി ഉണ്ട്. അപ്പൊ ഏതൊക്കെ തരത്തിൽ സംസ്ഥാനത്തിന് വരുമാനം, നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതി മുഖ്യമന്ത്രി, ധനമന്ത്രി എന്നിവരുടെ മുമ്പിൽ എത്തിച്ചിട്ട് പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞ ഇത്തരം ആളുകളെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കുക. ഇതിന്റെ തുടർച്ചയറിഞ്ഞാൽ MLA-മാർക്ക്, MP-മാർക്ക് എന്താണ് ജോലിയെന്ന് 2 ദിവസം മുമ്പല്ലേ സേലിംഗ മന്ത്രി അവതരിപ്പിച്ചത്. നേമത്തെ റെയിൽവേ പ്രപ്പോസൽ 2013 നമ്മുടെ MP മന്ത്രിയായിരുന്ന കാലത്ത് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് തലസ്ഥാനത്തിന് വരേണ്ട IIT നഷ്ടപ്പെടുത്തി, ഇല്ലാതാക്കി, എന്നേക്കുമായിട്ട് ആണിയടിച്ചത് ശ്രീ തരൂരാണ്. ഈ എപ്പിസോഡ് കണ്ട അന്നത്തെ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ എനിക്ക് മറുപടി തന്നു. The 2 issues raised are very correct and they need to be addressed. 2 വിഷയവും ഇനിയെങ്കിലും ഏറ്റെടുക്കണം. പക്ഷെ നിങ്ങൾ പറഞ്ഞതും പൂർണ്ണമായും ശരിയാണ്. അറ്റ്ലീസ്റ്റ് 1 will be addressed after 4th May if the government changes. ഈ പറഞ്ഞ 2 കാര്യത്തിൽ ഒരെണ്ണം എന്തായിരിക്കും? റെയിൽവേ, അത് ഇനിയും സാധ്യതയുണ്ട്. IITയുടെ അവസാനത്തെ ആടി അടിച്ചല്ലോ. റെയിൽവേ ഗവൺമെന്റ് മാറുകയാണെങ്കിൽ അത് സംഭവിക്കും. അപ്പോ സേലിംഗ മന്ത്രി പറഞ്ഞത് കൃത്യം 101% സത്യമാണെന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നെ നമുക്ക് തെളിവ് തരുന്നു, സാക്ഷ്യം തരുന്നു.